Hi all, next topic is pointers to derived class. In C++, we can declare a pointer that contains the address of an object of type class. ഒരു ഒബ്ജക്റ്റിൻ്റെ അഡ്രസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സി പ്ലസ് പ്ലസ് പോയിന്ററിനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. വി ക്യാൻ ഡിക്ലെയർ എ ബേസ് ക്ലാസ് പോയിന്റർ വിത്ത് ബേസ് ക്ലാസ് ഒബ്ജക്റ്റ് അഡ്രസ് ആൻഡ് എ ഡിറൈവ്ഡ് ക്ലാസ് പോയിന്റർ വിത്ത് ഡിറൈവ്ഡ് ക്ലാസ് ഒബ്ജക്റ്റ് അഡ്രസ്. And also C++ allows us to assign a derived class object address to a base class pointer. But accessing the derived class member using the pointers will throw error. If a member function with the same name is declared in base class, that will be called instead of the one in derived class. For example, base class ഇവിടെ ബേസ് ക്ലാസ്സിൻ്റെ നെയിം എന്ന് പറയുന്നത് ബേസ് എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിൻ്റെ നെയിമാണ്. ഓക്കെ, പബ്ലിക്കായിട്ട് അതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് വോയിഡ് ഷോ കൊടുത്തു. ദെൻ ഡിറൈവ്ഡ് ക്ലാസ് അത് പബ്ലിക്കലി ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട് ബേസ് ക്ലാസ്സിന്. അതിൻ്റെ അകത്തും രണ്ട് ഫംഗ്ഷൻ ഉണ്ട് പബ്ലിക്കലി, ഒന്ന് ഷോ ഒന്ന് ഡിസ്പ്ലേ, രണ്ട് ഫംഗ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് ബേസ് ക്ലാസ്സിന് ഒരു പോയിന്റർ ഡിക്ലെയർ ചെയ്യും. അതായത് സ്റ്റാർ ഡിക്ലെയർ ചെയ്യാന്ന് വെച്ചാൽ ബേസ് ക്ലാസ്സിൻ്റെ നെയിം ബേസ് സ്റ്റാർ ബേസ് PTR, അതൊരു ബേസ് ക്ലാസ്സിൻ്റെ ഒരു പോയിന്റർ ആണെന്ന് അതിൻ്റെ അർത്ഥം. സ്റ്റാർ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്ലി സ്റ്റാർ, ദിസ് റെപ്രസെൻറ്റ് ദി പോയിന്റർ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ബേസ് ക്ലാസ്സിന് ഒബ്ജക്റ്റ് ഇൻസ്റ്റൻഷിയേറ്റ് ചെയ്യും, അതായത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും ബേസ് B എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഈ ബിയിലേക്ക് ഒരു അഡ്രസ്സ് ഉണ്ടാവും. ബി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ കോൾ ചെയ്യും. സോ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആണ് നമ്മൾ ക്ലാസ് ബേസിൽ മെൻഷൻ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു കേസിൽ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ബേസ് ക്ലാസ്സിൽ മെൻഷൻ ചെയ്തിട്ടില്ല. വി ഡോണ്ട് നീഡ് ടു ഡു ദാറ്റ്. നമുക്കൊന്നും ഇനീഷ്യലൈസ് ചെയ്യാനില്ല. സോ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എക്സ്പ്ലിസിറ്റ്ലി എഴുതേണ്ട ആവശ്യമില്ല. സോ നമ്മളൊരു ഒബ്ജക്റ്റ് ഇൻസ്റ്റൻഷിയേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു അഡ്രസ്സ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും. സോ ദാറ്റ് മെമ്മറി ലൊക്കേഷൻ വിൽ ബി ഹാവിങ് അഡ്രസ്. ആ അഡ്രസ്സിന് നമുക്ക്, അതായത് ബേസ് B എന്ന് പറഞ്ഞിട്ടൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അഡ്രസ്സ് ഉണ്ടാവും. ആ ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സിനെ നമ്മൾ ഒരു പോയിന്ററിലേക്ക് അസൈൻ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ബേസ് PTR എന്ന് പറയുന്നത് പോയിന്റർ അല്ലേ, ഈക്വൽ ടു %B. ആംബ്രസൻ എന്ന് പറയുന്നത് അഡ്രസ്സിനെ പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ബി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സാണ് ബേസ് പോയിന്ററിലേക്ക് അസൈൻ ചെയ്യുന്നത്. ഇനി ആ പോയിന്റർ യൂസ് ചെയ്തിട്ട് ബേസ് ക്ലാസ്സിൽ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. സോ ഹിയർ പോയിന്റർ ആയിക്കൊണ്ട് ബേസ് പോയിന്റർ ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഷോ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യും, ഷോ ഓഫ്. അതെന്തുകൊണ്ട് ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ പോയിന്റർ ആയതുകൊണ്ടാണ് ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്തത്. എന്നിട്ട് കോൾ ദ ഫംഗ്ഷൻ ഷോ. ഓക്കെ, വൺസ് മോർ ഐ എം ടെല്ലിങ്, 28th ലൈനിൽ ബേസ് ക്ലാസ് പോയിന്റർ ആണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിൽ കൊടുത്ത പോയിന്റർ ആയിക്കൊണ്ട്. ഇനി 29th ലൈനിലാണെങ്കിൽ ബേസ് ക്ലാസ് ഒരു ഒബ്ജക്റ്റിന് ഇൻസ്റ്റൻഷിയേറ്റ് ചെയ്യും, അതായത് ക്രിയേറ്റ് ചെയ്യും. ആ ഒബ്ജക്റ്റിൻ്റെ നെയിമാണ് B. ഇനി നെക്സ്റ്റ് 31 ലൈനിൽ നോക്കുക, ആ ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സ്, അതായത് പറയുന്നത് B എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സ് ബേസ് പോയിന്ററിലേക്ക് അസൈൻ ചെയ്യും. ഓക്കെ, ദെൻ പോയിന്റർ യൂസ് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റിൻ്റെ ഷോ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതാണ് 33 ലൈനിൽ. ഓക്കെ, സോ ഔട്ട്പുട്ട് വിൽ ബി എന്ന് പറയുന്നത് ബേസ് ക്ലാസ് ഷോ ഫംഗ്ഷനാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡിറൈവ്ഡ് ക്ലാസ് ഷോ ഫംഗ്ഷൻ വന്നില്ല. അത് ബിക്കോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസ് ക്ലാസ്സിനാണ് പോയിന്റർ ക്രിയേറ്റ് ചെയ്തത്. സോ ആ പോയിന്റർ വെച്ചിട്ടാണ് ഫംഗ്ഷനെ ഷോ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്തത്. അതുകൊണ്ടാണ് അതിൽ ബേസ് ക്ലാസ്സിൻ്റെ ഷോ ഫംഗ്ഷൻ്റെ അകത്തുള്ള മെസ്സേജ് പ്രിന്റ് ചെയ്യിപ്പിച്ച്. സപ്പോസ് അതിനൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇത് ഇവിടെ എന്ന് വെച്ചാൽ ഡിറൈവ്ഡ് ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഡിറൈവ്ഡ് D. ബേസ് ക്ലാസ്സിൻ്റെ പേര് ബേസ്, ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഇവിടെ നെയിം എന്താ, പ്രീവിയസ് എക്സാമ്പിൾ നോക്കൂ, ഡിറൈവ്ഡ് ക്ലാസ് ഡിറൈവ്ഡ് എന്നല്ലേ. സോ ഡിറൈവ്ഡ് ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്ലാസ്സിൻ്റെ പേര് ഡിറൈവ്ഡ് കൊടുക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് നെയിം ഒരു D കൊടുത്തു. അതിനുശേഷം ബേസ് പോയിന്ററിലേക്കാണ് ഡിറൈവ്ഡ് ക്ലാസ് ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സ് അസൈൻ ചെയ്യുന്നത്. ആംബ്രസൻ അഡ്രസ്സ് വരാൻ പഠിക്കാണ് ആംബ്രസൻ സിമ്പിൾ കൊടുക്കുന്നത്, ആംബ്രസൻ D. അതായത് പറഞ്ഞാൽ ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ
ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സാണ് ബേസ് പോയിന്ററിൽ അസൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബേസ് പോയിന്റർ ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഷോ ഫംഗ്ഷനെ കോൾ ചെയ്യും. അന്നേരം ഓൾസോ ഏത് ക്ലാസ്സിൻ്റെതാണ് ബേസ് ക്ലാസ്സിൻ്റെ ഷോ ഫംഗ്ഷനാണ് ഔട്ട്പുട്ടായി വരിക. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ബേസ് ക്ലാസ്സിൻ്റെ പോയിൻ്ററാണ് യൂസ് ചെയ്തത്. കാരണം ബേസ് ക്ലാസ്സിനാണ് നമ്മൾ പോയിൻ്റർ ക്രിയേറ്റ് ചെയ്തത്. എന്നിട്ട് ബേസ് ക്ലാസ്സിൻ്റെ പോയിൻ്റർ യൂസ് ചെയ്തിട്ടാണ് ഷോ ഫംഗ്ഷനെ കോൾ ചെയ്തത്. സോ അത് ഏതായാലും ഡിഫോൾട്ടായിട്ട് വരിക എന്ന് വെച്ചാൽ ബേസ് ക്ലാസ്സിൻ്റെ, അതായത് ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഷോ ഫംഗ്ഷൻ കോൾ ചെയ്യൂല, ബേസ് ക്ലാസ്സിൻ്റെ ഷോ ഫംഗ്ഷനാണ് കോൾ ചെയ്യുക. ഓക്കെ.